മുമ്പിലേക്ക് നടന്നു കയറി ഓരോരുത്തർക്കും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഉണ്ടായിരിക്കും ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതും ഞങ്ങൾ ഉത്തരം കൊടുക്കാത്തൊരു കാര്യം അതായിരുന്നു. നമ്മൾ പോകുന്നത് ഖസാക്ക് പറഞ്ഞ വഴിയിലൂടെയാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് ഖസാക്ക് വായിച്ച ആളുകൾ ഖസാക്കിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി OV സാറ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഖസാക്ക് അദ്ദേഹത്തിന്റെ ഇമാജിനറി വേൾഡിലുള്ള കുറെ ക്യാരക്ടേഴ്സിനെ പല ഭാഗത്തിലൂടെ നമ്മൾ കണ്ട ഖസാക്ക് ഇതിഹാസത്തിലെ ആ ഖസാക്ക് എന്ന പ്രദേശത്തിന്റെ ആ ഒരു പശ്ചാത്തലം നടന്നും കണ്ടും അനുഭവിച്ചു നടത്തുന്നൊരു യാത്ര എന്ന രീതിക്കാണ് നമ്മൾ നോക്കി കാണുന്ന കാഴ്ചകൾ. ആ ഖസാക്കിലെ പശ്ചാത്തലം നമുക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ യാത്രയുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 2:3 മണിക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കമ്പാലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നു. ആ സ്ഥലവും ഖസാക്കുമായിട്ടുള്ള ബന്ധം നമ്മൾ അവിടെ ചെറിയൊരു വിവരണം തന്ന് ബാക്കിയെല്ലാം നമ്മുടെ മനസ്സുകളിൽ ഖസാക്ക് ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊരിക്കലും ഞങ്ങൾ ഓർഗനൈസേഴ്സും നമ്മൾ കാണാൻ വന്നവരും അല്ല. നമ്മൾ ഒന്നിച്ച് മാത്രമാണ് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ഖസാക്ക് വായിച്ച പലരും ഇതിലുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ ഖസാക്കിനെ അറിയുന്നവരും ഇതിലുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വഴിയിലൂടെ ആയിരിക്കാം ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഉപ്പുവശം കയറുന്ന പനകളായിരിക്കാം. ചിന്തകൾ നമ്മളിങ്ങനെ കയറി എവിടെയെങ്കിലും നമ്മുടെ ഭാവന എവിടെ വരെ എത്തുന്നു അത് തന്നെയായിരിക്കും നമ്മൾ കണ്ട ഖസാക്ക് എന്ന് തോന്നുന്നത്. തിരിച്ചു പോകുന്നു. നല്ലമ്മ അവര് നായാടാൻ പോണു. അവരുടേതായിട്ടുള്ള അവർക്ക് സോഷ്യൽ വേണമെങ്കിൽ ആ അമ്മേനെ നല്ലമ്മ എന്ന് വിളിക്കാം. ഇതിൽ പെറ്റമ്മയാണ് ഈ നല്ലമ്മ എന്ന് പറയുന്നത്. അവിടെ കൂടിയ മക്കൾക്ക് അവിടെ ഒരു കൽപ്പന കൊടുത്തു. ഏതേതോ നല്ലമ്മയ്ക്കൊരു പൊന്നും നായാടി, എന്റെ പെരിയാനം പെറ്റമ്മയ്ക്കൊരു പൊന്നും നായാടി. ഏതേതോ നല്ലമ്മയ്ക്കൊരു പൊന്നും നായാടി, എവിടെ പെരിയാനം പെറ്റമ്മയ്ക്കൊരു പൊന്നും നായാടി. ഇന്നലെ അടുത്ത് തെളിച്ചൊരു കടിതളി മുറ്റത്ത്, അവിടെ ഇന്നേക്കു വീണു മുളച്ചൊരു ചെമ്പകത്തയ്യ. ചെമ്പകത്തയ്യേ പൂമണ
ഞങ്ങൾ കഴിക്കുന്ന ഒരു കൊല്ലത്തിന് ശേഷം മനമുറിയാത്തൊരു മനമുണ്ടേ നാം ഒത്തുകിനാവിൻ കതിരുകൾ ചെയ്തു നടന്നതു ഈ വഴിയേ ഇടമുറിയാതെ